നഴ്സിംഗ് പഠനം പൂർത്തിയാക്കി വിദേശത്തേക്ക് പോകാൻ തയ്യാറെടുത്തിരുന്ന പെൺകുട്ടിയാണ് കൊല്ലം തെന്മല സ്വദേശിനിയായ സ്മൃതി. അതിനിടെ ഒരു വർഷത്തെ പരിശീലനത്തിനായി അവൾ കാസർഗോഡ് ബന്ദിയോട് സ്വകാര്യ ആശുപത്രിയിൽ ജോലിയിൽ പ്രവേശിച്ചു. മകൾ വിദേശത്ത് പോയി രക്ഷപ്പെടുന്നത് സ്വപ്നം കണ്ടിരുന്ന കുടുംബം കേട്ടത് ഒരു ദുരന്ത വാർത്തയാണ്. നഴ്സായ സ്മൃതിയെ ഹോസ്റ്റൽ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. സംഭവം കൊലപാതകമാണെന്ന സംശയമാണ് ബന്ധുക്കൾ ഉയർത്തുന്നത്. വിദഗ്ധ പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ബന്ദിയോട്ടെ സ്വകാര്യ ആശുപത്രിയിലെ നഴ്സിംഗ് ട്രെയിനിയായ സ്മൃതിയെ ഹോസ്റ്റൽ മുറിയിൽ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1:30 തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഞായറാഴ്ച രാത്രിയിലെ ജോലി കഴിഞ്ഞ് തിങ്കളാഴ്ച രാവിലെയാണ് സ്മൃതി ഹോസ്റ്റൽ മുറിയിലെത്തിയത്. ഹോസ്റ്റലിന്റെ 1ാമത്തെ നിലയിലെ മുറിയിൽ സ്റ്റീൽ കൊണ്ടുണ്ടാക്കിയ കട്ടിലിന്റെ മുകളിലത്തെ കമ്പിയിൽ ഷാൾ ഉപയോഗിച്ച് തൂങ്ങിയ നിലയിലായിരുന്നു മൃതദേഹം. വിവരമറിഞ്ഞ് പോലീസ് സ്ഥലത്തെത്തിയെങ്കിലും ബന്ധുക്കളുടെ സാന്നിധ്യത്തിൽ ഇൻക്വസ്റ്റ് നടത്താൻ തീരുമാനിക്കുകയായിരുന്നു. സ്മൃതിയുടെ പിതാവ് രോഗബാധിതനായതിനാൽ പിതൃ സഹോദരൻ ഉൾപ്പെടെയുള്ളവരാണ് ബന്ദിയോട്ടെത്തിയത്. സ്മൃതി തൂങ്ങി മരിച്ചതല്ലെന്നും കൊലപാതകമാണെന്നുമുള്ള സംശയമാണ് ബന്ധുക്കൾ ഉയർത്തുന്നത്. നഴ്സിംഗിന്റെ ട്രെയിനിങ് ആയിട്ട് DMO ഹോസ്പിറ്റലിൽ ട്രെയിനിങ്ങിന്റെ ഭാഗമായി കൊണ്ടുവരികയും ആ കുട്ടി ഒരു സാഹചര്യത്തിൽ മരിക്കപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് ഇതിൽ ഞങ്ങൾക്ക് സംശയമുള്ളതിനാൽ ഈ സംശയം ദൂരീകരിക്കുന്നതിന് വേണ്ടി നമ്മൾ ഇവിടുത്തെ പോലീസ് മേധാവികൾക്കും മറ്റുള്ള അധികാരപ്പെട്ടവർക്കും വിളിച്ച് കാണിക്കുകയും ചെയ്തു. അതിൻ്റെ അച്ഛൻ, എൻ്റെ അനിയൻ, അത് സുഖമില്ലാത്ത ആളാണ്, അദ്ദേഹമാണ് എന്നെ വിളിച്ചു പറയുന്നത്. ഞങ്ങൾ അവിടുന്ന് ഒരു വണ്ടി എടുത്ത് ഞങ്ങളുടെ ബന്ധുക്കളുമായിട്ട് നേരെ ഇവിടെ വന്നു. ഇന്നലെ ഞായറാഴ്ച വിളിച്ചപ്പോൾ കുട്ടി എടുത്തില്ല. ഇന്നലെ അവർ ക്ഷേത്രത്തിൽ കണ്ടു പോയപ്പോഴാണ് വിളിച്ച് ക്ഷേത്രത്തിൽ പോകുകയാണെന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ മൊബൈൽ എടുക്കുന്നില്ല. അങ്ങനെ ഇവിടുത്തെ മറ്റതിൻ്റെ കൂടെയുള്ള ഒരു കുട്ടിയെ വിളിച്ചിട്ട് മൊബൈൽ എടുക്കുന്നില്ല. അങ്ങനെ ഒരു ഡോക്ടറെ വിളിച്ചപ്പോൾ ഡോക്ടർ അത് തത്സമയം ഇവിടെ ഇല്ലായിരുന്നു. അദ്ദേഹം മറ്റൊരു ഡോക്ടറെ പേര് നിർദ്ദേശിക്കും. ആദ്യം വിളിച്ച് അപ്പോഴത്തെ സമയമായിട്ട് 10-12 മണിയായി. അങ്ങനെ അന്വേഷിച്ച് വന്നപ്പോൾ അവർ ആ ഡോക്ടറെ വിളിച്ച് പറഞ്ഞത് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടെ വരെ വരണം എന്നാണ് പറഞ്ഞത്. ആശുപത്രിയിലെത്തിയ രോഗിക്ക് ആന്റിബയോട്ടിക്കിന് പകരം സ്മൃതി പനിയുടെ ഇഞ്ചക്ഷൻ നൽകിയിരുന്നതായി ആശുപത്രി അധികൃതർ പറയുന്നു. ഇക്കാര്യം ഡോക്ടർ സ്മൃതിയോട് ചോദിച്ചിരുന്നു. ഇതിന്റെ വിഷമത്തിലായിരുന്നു സ്മൃതിയെന്ന് ആശുപത്രി അധികൃതർ പറയുന്നു. ഈ പറഞ്ഞ സ്മൃതി എന്ന് പറഞ്ഞ കുട്ടി ഞങ്ങളുടെ അടുത്ത് ജൂണിൽ ജോയിൻ ചെയ്തു. 3 months ആയിട്ടു ട്രെയിനിങ് പീരീഡിലായിരുന്നു. അപ്പോൾ ഇന്നലെ കുട്ടിക്ക് ചെറിയ മാനസിക ഒരു വിഷമമുണ്ടായിരുന്നു, അത് നമുക്കറിയാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ പെങ്ങളോടും ധരിപ്പിച്ചതാണ്. 12 മണി മുതൽ കുട്ടിയുടെ സിസ്റ്റർ ഞങ്ങളെ വിളിക്കുന്നുണ്ട്. അവൾ ഇങ്ങനെ പറയുന്നുണ്ട്, വിഷയുടെ കാര്യം പറയുന്നുണ്ട്, വിഷമത്തിലാണ്. അത് വിളിച്ച് അഡ്രസ്സ് ചെയ്തതാണ്. അത് കഴിഞ്ഞ ശേഷം ഒരു മണിക്കൂറിന് ശേഷമാണ് ഇതുപോലെ കുട്ടി വാതിൽ തുറക്കുന്നില്ല എന്ന് പറഞ്ഞ് റിസപ്ഷനിൽ നിന്ന് കോൾ വന്നിട്ട് നമ്മൾ വന്ന് ചോദിക്കുന്ന കുട്ടി മരിച്ച നിലയിൽ ഞങ്ങൾ കാണുന്നത്. അനുജത്തി സ്വയം ജീവനൊടുക്കിയതല്ലെന്നും ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്നും മരണം കൊലപാതകമാണെന്നുമാണ് സ്മൃതിയുടെ സഹോദരിയും ബംഗളൂരുവിലെ നഴ്സായ ശ്രുതിയുടെ വെളിപ്പെടുത്തൽ. 3 വർഷത്തെ നഴ്സിംഗ് പഠനം കഴിഞ്ഞാണ് ട്രെയിനിങ്ങിന്റെ ഭാഗമായി സ്മൃതി ബന്ദിയോട്ടെ ആശുപത്രിയിൽ ചേർന്നതെന്നും ശ്രുതി പറഞ്ഞു. ബന്ധുക്കൾ മരണത്തിൽ സംശയം പ്രകടിപ്പിച്ചതിനാൽ മൃതദേഹം വിദഗ്ധ പോസ്റ്റ്മോർട്ടത്തിനായി പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാലുടൻ മറ്റ് നടപടികളിലേക്ക് കടക്കുമെന്ന് കുമ്പള പോലീസ് അറിയിച്ചു. കൊല്ലം തെന്മല ഉരുക്കുളം സ്മൃതി ഭവനിൽ കോമളരാജൻ ഷാനി ദമ്പതികളുടെ മകളാണ് സ്മൃതി. ന്യൂസ് 18 കാസർഗോഡ്.